മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, സ്ലിഹാകാലം 5-ാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. വായിച്ച് കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗത്തിൽ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിലും ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ പേരിലും നിങ്ങൾ ഒരുപാട് പീഡനങ്ങളും സഹനങ്ങളും ഏൽക്കേണ്ടി വരുമെന്നും ആ പ്രതിബന്ധങ്ങൾക്കിടയിലും സുവിശേഷം പ്രഘോഷിക്കണമെന്നും ഈ പീഡനങ്ങൾക്ക് ഇടയിലും ആ പീഡനങ്ങൾക്ക് നടുവിലും അതെല്ലാം സഹിച്ച് അവസാനം വരെ നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നുമൊക്കെ ഈശോ നമ്മളോട് പറയുകയാണ്. സഹനങ്ങളും പീഡനങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു പോകാതെ ഈശോയിലേക്ക് ചേർന്നിരിക്കാനും ഈശോയുടെ കൂടെ നടക്കാനുമൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം. ദ 21 എ ജേർണി ഇൻ ടു ദ ലാൻഡ് ഓഫ് കോപ്റ്റിക് മാർട്ടേഴ്സ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് 21 ക്രിസ്ത്യാനികളെ, കോപ്റ്റിക് ക്രിസ്ത്യാനികളെ തീവ്രവാദികൾ ഇങ്ങനെ കഴുത്തറുത്ത് കൊന്ന് തള്ളുകയാണ്. 20 ക്രിസ്ത്യാനികളും മരിച്ച് ഈ തീരത്തോട് വീണപ്പോൾ 21-ാമനോട് തീവ്രവാദികൾ ചോദിക്കുകയാണ്, നീ ഒരു ക്രിസ്ത്യാനിയാണോ? അല്ല എന്നവൻ മറുപടി പറഞ്ഞപ്പോൾ തീവ്രവാദികൾ പറഞ്ഞു, എങ്കിൽ വളരെ നിസ്സാരമായിട്ട് ഈശോയെ തള്ളിപ്പറഞ്ഞ് നിനക്ക് നിന്റെ ജീവിതത്തിലേക്ക് തിരികെ പോകാം. ഈ മരിച്ചു കിടക്കുന്ന 20 ക്രിസ്ത്യാനികളെ നോക്കി 21-ാമൻ പറയുകയാണ്, ഞങ്ങൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചവരാണ്, ഞങ്ങൾ ഈ കാലഘട്ടം അത്രയും ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. കണ്ടിട്ട് പോലുമില്ലാത്ത ഈശോ എന്നൊരു ദൈവത്തിന് വേണ്ടി തങ്ങളുടെ പ്രാണൻ പോലും കളയാൻ പാകത്തിൽ ഇവര് തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി മരിക്കാൻ ഞാനും സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് ഈ 21-ാമനും തൻ്റെ ജീവൻ ഇങ്ങനെ അർപ്പിക്കുകയാണ്. ഈശോയുടെ സുവിശേഷത്തിന് വേണ്ടിയും ഈശോയ്ക്ക് വേണ്ടിയും പ്രാണൻ കളയുന്നവരും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നവരുമൊക്കെ മരിച്ചാലും ഇങ്ങനെ സജീവമായിട്ട് തന്നെ നിലനിൽക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് ആ 21 പേരും. അങ്ങനെ പീഡനങ്ങൾക്ക് നടുവിലും ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ സുഗന്ധം അവരുടെ മരണത്തിന് ശേഷവും ഒരു തിരുശേഷിപ്പ് പോലെ ഇങ്ങനെ നമ്മുടെ ഇടയിൽ അവശേഷിക്കും. സഹനങ്ങളെല്ലാം നന്മകളിലേക്കുള്ള ഒരു ഇടദൂരമാണ്. സഹനങ്ങള് നന്മയിലേക്കുള്ള ഇടദൂരമാണ്. ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ സഹനങ്ങളും മുറിവുകളും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുന്ന ഏത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം അതിൻ്റെ ഒടുക്കം അത് നന്മകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. റോമാലേഖനത്തിലെ പൗലോസ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുന്നതുപോലെ സുവിശേഷം പ്രഘോഷിക്കുന്നവന്റെ പാദങ്ങൾ എത്രയോ സുന്ദരം. സുവിശേഷം അധരങ്ങൾ കൊണ്ടാണല്ലോ പ്രഘോഷിക്കപ്പെടുന്നത്, പിന്നെ പാദങ്ങൾ എത്ര സുന്ദരമാകും. പാദങ്ങൾ എന്നുള്ളത് ജീവിതത്തിന്റെ സൂചനയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏത് പ്രതിബന്ധങ്ങൾക്കിടയിലും സഹനങ്ങൾക്ക് നടുവിലും സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ പാദങ്ങളാകുന്ന ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ മുറിവുകളാണ് ആ മനുഷ്യന്റെ ജീവിതത്തെ കുറച്ചും കൂടി സൗന്ദര്യമുള്ളതാക്കി സുന്ദരമാക്കി തീർക്കുന്നത്. സഹനങ്ങളും മുറിവുകളും എല്ലാം നന്മകളിലേക്കുള്ള ഇടദൂരമാണ്. രണ്ടാമതൊരു ചിന്ത, നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു അസുഖം, ഒരു മാറാരോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സാധാരണ സംഭാഷണ ശൈലി പ്രകാരമാണ്, ആവുന്ന കാലത്ത് പള്ളിയിൽ പോകണമായിരുന്നു, ഈശോയോട് ചേർന്ന് നിൽക്കണമായിരുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ അവരെ അളക്കുന്ന ആ മാപിനി, ആ അളവുകോല് മാറ്റിവെക്കേണ്ട സമയമായിരിക്കുന്നു. മേൽപ്പറഞ്ഞ ഉദാഹരണം വെച്ച് നോക്കിയാൽ ഈശോ കയറാത്ത വഞ്ചിയിലായിരുന്നല്ലോ ഈ കാറ്റ് വീശേണ്ടത്. പക്ഷെ സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഈശോ കയറിയ വഞ്ചിയിലാണ് കാറ്റ് വീശുന്നത്. അതിൻ്റെ കാരണം ഈശോയുടെ കൂടെ നടക്കുമ്പോൾ സഹനങ്ങളും വേദനകളും മുറിവുകളും ഉണ്ടാകുമ്പോഴും ആ ഇളകി മറിയുന്ന ആ കാറ്റിലും കോളിലും പെട്ട് നിനക്ക് ഒരു പരുക്ക് പോലും പറ്റാതെ ഈ കരയ്ക്ക് അപ്പുറത്തെത്തിക്കാൻ മാത്രം കെൽപ്പുള്ളവനാണ് ദൈവം എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ്. ഈശോ കയറിയ വഞ്ചിയിലാണ് കാറ്റടിച്ചത്. ഈശോയുടെ കൂടെ നിൽക്കുമ്പോൾ അവൻ നമുക്ക് സമ്മാനമായിട്ട് നൽകുന്നതായിരിക്കാം ഈ സഹനങ്ങളും ഈ മുറിവുകളും പീഡനങ്ങളുമെല്ലാം. ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത, ഇസ്രായേൽ ജനത ഈ ചെങ്കടലിന്റെ മുന്നിൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്.
തൊട്ട് മുന്നിൽ പ്രായമായ ഒരു മനുഷ്യനുണ്ട്. വയസ്സ് ഏകദേശം 80 വയസ്സ്. അത് മോശയാണ്. മുന്നിലിങ്ങനെ ഈ ചെങ്കടലും ഇരുവശങ്ങളിലും പുറകിലുമായിട്ട് ശത്രു സൈന്യവും, 4 പാടും ശത്രു സൈന്യവും ചെങ്കടലുമൊക്കെ ഇങ്ങനെ ചുറ്റിവളഞ്ഞു നിൽക്കുമ്പോൾ, രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയുമില്ലാതെ നിൽക്കുമ്പോൾ മൂശ മുകളിലേക്ക് നോക്കുകയാണ്. അവിടെയായിരുന്നു വഴിയും, അവിടുന്നായിരുന്നു ഏക ആശ്രയവും. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ സഹനങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ നോട്ടം ചെന്നെത്തേണ്ടത് മുകളിലേക്കാണ്, ഈശോയിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, അവസാനിപ്പിക്കുകയാണ് നിസ്സാരമായ 2 ചെറുചിന്തകൾ. സഹനങ്ങളെല്ലാം നന്മകളിലേക്കുള്ള ഇടദൂരമാണ്. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ സഹനങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ നോട്ടം സ്വർഗത്തിലേക്കായിരിക്കണം, മുകളിലേക്കായിരിക്കണം. മിശിഹ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.